കൊച്ചി കോർപ്പറേഷന് മുന്നിൽ പൊതുനിരത്തിൽ സമരം ചെയ്തതിന് കൊച്ചിയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും കേസ്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കം 21 പേർക്കെതിരെ കേസ് എടുത്തുവെന്ന് DGP കോടതിയെ അറിയിച്ചു. ബിനിലുണ്ട്. ബിനിൽ, ഈ ജനങ്ങളുടെ നടക്കാനുള്ള അവകാശത്തെ തടസ്സപ്പെടുത്തിയതടക്കം ഉള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ DGP കോടതിയെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിലെ തുടർ നടപടികൾ സംബന്ധിച്ച് അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ പ്രജീഷ്, വഞ്ചിയൂരിൽ CPM റോഡിൽ പന്തലിട്ട് ഏരിയ സമ്മേളനത്തിന്റെ പൊതുയോഗം നടത്തിയത് നേരത്തെ ഹൈക്കോടതി കണ്ടം കേസെടുത്തിരുന്നു. ആ കേസിനിടെയാണ് ഹൈക്കോടതി തന്നെ കഴിഞ്ഞ ദിവസം കൊച്ചി കോർപ്പറേഷന് മുന്നിൽ ഒരു ധർണ നടന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിലെന്ത് നടപടിയെടുത്തു എന്നതായിരുന്നു ചോദ്യം. അതിലാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി തന്നെ FIR ഹാജരാക്കിയിരിക്കുന്നത്. FIR പ്രകാരം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, TJ വിനോദ് MLA അടക്കം 21 കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 12-ാം തീയതി മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് കൊച്ചി കോർപ്പറേഷന് മുന്നിൽ സമരം നടത്തിയത്. അവിടെ ഫുട്പാത്തിന് മുകളിലാണ് പന്തലടക്കം കെട്ടിയിരുന്നത്. ഹൈക്കോടതി എടുത്തു പറഞ്ഞൊരു കാര്യം, ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നവർക്കും രക്ഷയില്ലാത്തൊരു കാലമാണ്. അതായത് പാലക്കാട് അപകടം, ആ 4 കുട്ടികളുടെ മരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി പറഞ്ഞത്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ റോഡിൽ ഫുട്പാത്തിൽ പോലും പന്തലിട്ട് സമരങ്ങൾ നടത്തുന്നത്. അതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട്. അതുകൊണ്ട് കോടതി ഈ കോൺഗ്രസ് സമരത്തെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാന പോലീസ് മേധാവി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ എടുത്ത FIR ഹൈക്കോടതിയിൽ ഹാജരാക്കിയത്.